ഗ്ലോറി ബി ടു ഗോഡ്. ജ്ഞാനമെന്നത് ഒരു വിലയേറിയ സമ്പത്താകുന്നു. അതെ, നമുക്ക് ചുറ്റും ജ്ഞാനികളും അറിവുള്ളവരും എന്ന് പ്രശംസിക്കപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട്. ജ്ഞാനികളും അറിവുള്ളവരുമെന്ന് സ്വയം പ്രശംസിക്കുന്നവരും ഒത്തിരി പേരുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ വേദപുസ്തകം യഥാർത്ഥ ജ്ഞാനമെന്നത് എന്തു എന്നും യഥാർത്ഥ ജ്ഞാനികൾ ആര് എന്നും വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിൽ അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 28-ാം വചനം നമുക്ക് വായിക്കാം. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്നു നടക്കുന്നത് തന്നെ വിവേകം എന്നവൻ മനുഷ്യരോട് അരുളി ചെയ്തു. ദൈവം മനുഷ്യരോട് ഒത്തിരി കാര്യങ്ങൾ അരുളി ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് എന്താണ് ജ്ഞാനം, എന്താണ് വിവേകം. ഇവിടെ നാം വായിക്കുന്നു, കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം. ഈ ഭൂമിയിൽ നാം എത്ര ജ്ഞാനികളാണെന്ന് പ്രശംസിച്ചാലും പ്രശംസിക്കപ്പെട്ടാലും നമ്മുടെ ജ്ഞാനമൊന്നും ദൈവത്തിന് മുൻപിൽ അതൊരു വലിയ വിഷയമല്ല. ദൈവത്തിന് മുൻപിൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനം ഭോഷത്വമായിരിക്കാൻ ദൈവം മുൻപാകെ ജ്ഞാനമെന്നത് ദൈവത്തോടുള്ള ഭക്തിയാണ്. ദൈവത്തെങ്കിലുള്ള ഭക്തിയോടെ നാം ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആ ദൈവത്തെ സേവിക്കുന്നതും എപ്പോഴും എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ കൂടെ നാം ആയിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അതാണ് ജ്ഞാനം. മാത്രമല്ല, വിവേകപുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ എന്ന് നാം വായിക്കുന്നു. വിവേകത്തോടെ കാര്യങ്ങളെ നടപ്പിക്കുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും കുറിച്ച് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഈ ഭൂമിയിൽ നമുക്ക് കാണുവാൻ കഴിയും ഒത്തിരി പേർ വിവേകത്തോടെ പെരുമാറുന്നത്. എന്നാൽ അതിനേക്കാളും ഉപരി ദോഷം അകന്നു നടക്കുന്നതാണ് വിവേകം. സാഹചര്യത്തിനൊത്തവണ്ണം ദോഷത്തോട് പറ്റിച്ചേർന്നുകൊണ്ട് ജീവിക്കുന്നവരല്ല. ഏത് സാഹചര്യമായിരുന്നാലും ഏതവസ്ഥയായിരുന്നാലും ദോഷം അകന്നു നടക്കുന്നതാണ് വിവേകം. ഈ നാളുകളിൽ ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്ന ആ ജ്ഞാനവും ആ വിവേകവും നമുക്ക് പ്രാപിക്കാം. അതിനായി നമുക്ക് പൂർണ്ണമായ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. നാം പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാണ്, നാം അറിവ് നേടുന്നത് നല്ലതാണ്, നാം ജ്ഞാനത്തോടെ ഇടപെടുന്നതും ഒത്തിരി അറിവുകൾ നമുക്കുണ്ടായിരിക്കുന്നതും വളരെ നല്ലതാണ്. എന്നാൽ അതിനേക്കാളും ഉപരി നമ്മെ നിത്യജീവനിലേക്ക് അടുപ്പിക്കുന്ന, നിത്യനാശത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ആ കർത്താവിനോട്, ആ ദൈവത്തോട് ഭക്തിയോടും വളരെ ഭയത്തോടും ആ ദൈവസ്നേഹത്തോടും കൂടെ ഓരോ നാളും നാം ആ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ച് ദൈവഭയത്തോടെ നാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് നമ്മെ വീണ്ടും അനുഗ്രഹിച്ച് മാനിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നാം ഒറ്റയ്ക്കാണോ, നാം ഒത്തിരി പേരോടുകൂടെയാണോ, ഏതവസ്ഥയായിരുന്നാലും എവിടെയായിരുന്നാലും ദോഷം വിട്ടകന്ന് ദൈവത്തോടു കൂടെ നടക്കുവാൻ നാം തീരുമാനിക്കുമ്പോൾ, അങ്ങനെ തന്നെ നാം ചെയ്യുമ്പോൾ നാം വിവേകികളായി മാറുന്നു. ദൈവത്താൽ നാം അനുഗ്രഹിക്കപ്പെടുന്നു. ഈ നാളുകളിൽ ആ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലുള്ള ജ്ഞാനവും വിവേകവും പ്രാപിക്കുവാൻ നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. നിശ്ചയമായി ആഗ്രഹിക്കുന്ന ഉള്ളത്തെ നിറയ്ക്കുന്ന കർത്താവ് ആഗ്രഹിച്ച് നാം ആ ഭക്തിയോടും ഭയത്തോടും ദോഷമകന്ന് നാം ജീവിക്കുമെങ്കിൽ നിശ്ചയമായി ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ടേ നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദൃഷ്ടിയിൽ ജ്ഞാനമെന്തെന്നും വിവേകമെന്തെന്നും ഞങ്ങളെ അങ്ങ് പഠിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഓരോ നാളും അതുപോലെ ജീവിപ്പാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.
ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.